بسم الله والحمد لله والصلاة والسلام على رسول الله. التمارين. أجب عن الأسئلة الآتية. آدة ചോദ്യം كم مدرسا جديدا جاء എത്ര പുതിയ അധ്യാപകന്മാരാണ് വന്നത്? والجواب جاء 5 مدرسين جدد. 5 പുതിയ അധ്യാപകന്മാർ വന്നു. كم طالبا وجد المدرس في الفصل. എത്ര വിദ്യാർത്ഥികളെയാണ് അധ്യാപകൻ ക്ലാസ് മുറിയിൽ കണ്ടത്? والجواب وجد المدرس في الفصل 25 طالبا. 25 വിദ്യാർത്ഥികളെയാണ് കണ്ടത്. لمن الكتاب قصص النبيين. ആരുടെ പുസ്തകമാണ് قصص النبيين؟ والجواب هو لفضيلة الشيخ أبي الحسن الندوي رحمه الله. നാലാമത്തേത് كم صفحة فيه. അതിൽ എത്ര പേജുകളുണ്ട്? فيه 90 صفحة. അതിൽ 90 പേജുകളുണ്ട്. كم صفحة قرأ الطلاب. അതിൽ വിദ്യാർത്ഥികൾ എത്ര പേജുകളാണ് വായിച്ചിട്ടുള്ളത്? والجواب قرأوا 53 صفحة. അതിൽ അവർ 53 പേജുകൾ വായിച്ചിട്ടുണ്ട്. بكم اشترى المدرس الحقيبة. എത്രയ്ക്കാണ് അധ്യാപകൻ ബാഗ് വാങ്ങിച്ചത്? اشتراها ب80 ريالا. 80 റിയാലിനാണ് അത് വാങ്ങിച്ചത്. രണ്ടാമത് اقرأ الأمثلة الآتية لجمع المذكر السالم. ജംഉ മുദക്കർ സാലിമിന്റെ അംസിലകൾ ഉദാഹരണങ്ങൾ വായിക്കാനാണ്. അപ്പം ജംഉ മുദക്കർ സാലിം എന്ന് പറയുമ്പോൾ ഒരു ജമായിട്ടുള്ള വാക്കാണ് മുദക്കറിന് വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ അവസാനത്തിൽ വാവ് നൂൻ റഫയിൽ വരും. നസ്ബോ ജറോ ആവുമ്പോൾ അത് യാ നൂൻ ആയി വരും. അപ്പോൾ വാവ് നൂൻ ലിറഫ, യാ നൂൻ ലിനസ്ബ് ഔ ലിൽജർ. അൽ മുദർരിസൂന ഫിൽ ഫുസൂലി. അധ്യാപകന്മാർ ക്ലാസ് മുറികളിലുണ്ട്. ഐനൽ മുഹന്ദിസൂന. എവിടെയാണ് എഞ്ചിനീയർമാർ? ഹഉലായി തുല്ലാബുൻ മുജ്തഹിദൂന. ഇവർ അധ്വാനിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഐന അഹ്മദു വ അബ്ബാസുൻ വ യാസിറുൻ. എവിടെയാണ് അഹ്മദും അബ്ബാസും യാസിറും? ഹും ഗായിബൂന മുൻദു ഉസ്ബുഐനി. അവർ 2 ആഴ്ചയായിട്ട് ആബ്സെൻ്റ് ആണ്. ഇവിടെ ഗായിബൂന ഇത് ജംഉ മുദക്കർ സാലിമാണ്. യഅബുദുൽ മുസ്ലിമൂൻ അല്ലാഹ. മുസ്ലിമീങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. ഹഉലായി അത്തുല്ലാബു ഹുനൂദുൻ വ ഉലൈക പാകിസ്ഥാനിയൂന. ഈ വിദ്യാർത്ഥികൾ ഇന്ത്യക്കാരാണ്, അവർ പാകിസ്ഥാനികളാണ്. അപ്പോൾ ഹുനൂദ് എന്നുള്ളത് ഇത് ജമു തക്സീറാണ്. ഹിന്ദി എന്നുള്ളതിൻ്റെ ജമാണ് ഹുനൂദ്. പക്ഷേ പാകിസ്ഥാനി എന്നുള്ളതിൻ്റെ ജമാണ് പാകിസ്ഥാനിയൂൻ എന്നുള്ളത്. അപ്പോൾ അത് ജമു മുദക്കർ സാലിമാണ്. ഇജ്മഅ അൽ അസ്മാ അൽ ആതിയ ജമഅ മുദക്കർ സാലിമൻ. ഈ താഴെയുള്ള വാക്കുകളെ ജമു മുദക്കർ സാലിമാക്കാനാണ്. അപ്പോൾ മുദർരിസുൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ജമു മുദർരിസൂന. മുഹന്ദിസുൻ മുഹന്ദിസൂന. മുസ്ലിമുൻ മുസ്ലിമൂന. കാഫിറുൻ കാഫിറൂന. ഗായിബുൻ ഗായിബൂന. മുജ്തഹിദുൻ മുജ്തഹിദൂന. മുഅ്മിനുൻ മുഅ്മിനൂന. സാലിഹുൻ സാലിഹൂന. വഹകദ. ഇഖ്റ മാ യലി. താഴെയുള്ളത് വായിക്കാനാണ്. ഇത് 20 താലിബൻ അല്ലെങ്കിൽ താലിബത്തൻ. 30 طالبا أو طالبة. 40 طالبا أو طالبة. 50 طالبا أو طالبة. ഇനി അപ്പോൾ ഇത് 20 മുതൽ 50 വരെയുള്ള. ഇനി 60 മുതൽ 90 വരെ 60 طالبا أو طالبة. 70 طالبا أو طالبة. 80 طالبا أو طالبة. 90 طالبا أو طالبة. അപ്പോൾ ഈ അക്കങ്ങളും ഇവിടെ വാവ് നൂൻ വെച്ചാണ് അവസാനിക്കുന്നത്. പക്ഷെ അത് ജംഉ മുദക്കർ സാലിമായിട്ടല്ല പരിഗണിക്കുക. ഇതിന് മുൽഹഖുൻ ബി ജംഉ മുദക്കർ സാലിം എന്ന് പറയും. മുൽഹഖുൻ ബി ജംഉ. കാരണം ഇത് ജംഉ മുദക്കർ സാലിം അല്ല, പക്ഷെ അതിൻ്റെ അഹ്കാമുകളാണ് ഇവിടെയും വരുന്നത്. 20 എന്നുള്ളത് 20 എന്നാകാം, അങ്ങനെ. അപ്പോൾ അത് താലിബിനും ഇത് മുദക്കറും മുഅന്നസിനും ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക. താലിബ് ഔ താലിബ. അതേപോലെ തന്നെ ശേഷം വരുന്ന വാക്ക് അത് എന്താണ്? മുഫ്രദാവും. അത് മൻസൂബമാവും. താലിബൻ താലിബത്തൻ. അഞ്ചാമത്തെ തഅമ്മൽ മാ യലി. ഇവിടെ ശ്രദ്ധിക്കാനാണ്. ഇവിടെ മർഫൂഉം മൻസൂബും മജ്റൂറും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ
ഇവിടെ ആദ്യത്തെ ഉദാഹരണം ദഖലൽ മുദർരിസു, അധ്യാപകൻ പ്രവേശിച്ചു. അത് മുഫ്രദാണ്. അപ്പോൾ അതിൻ്റെ അലാമത്ത് ദമ്മയാണ് ഇവിടെ, ദഖല അൽ മുദർരിസു. ഏത് മൻസൂബാവുമ്പോൾ എന്താണ്? സഅൽതുൽ മുദർരിസ, ദമ്മ ഫത്ഹയാവുന്നു. മർഫൂയിൽ നിന്ന് മൻസൂബിലോട്ടാവുമ്പോൾ അതിൻ്റെ അലാമത്ത് ദമ്മയിൽ നിന്ന് ഫത്ഹയിലോട്ട് പോകുന്നു. ഖുൽതു ലിൽ മുദർരിസി, ഞാൻ അധ്യാപകനോട് പറഞ്ഞു. അവിടെ ലാം ഹർഫ് ജർ ആയതുകൊണ്ട് അതിനുശേഷം കസ്റാവുന്നു. അപ്പോൾ ഇത് മർഫൂവിൻ്റെയും മൻസൂബിൻ്റെയും മജൂറിൻ്റെയും അലാമാത്തു നസ്ലിയാണ്. അതിൻ്റെ അസ്ലിയായിട്ടുള്ള അലാമത്തുകളാണ്. എന്ത്? ദമ്മ മർഫൂവിന്, മൻസൂബിന് ഫത്ഹ, മജൂറിന് കസ്റ. ഇനി അത് ജമാക്കുമ്പോൾ ദഖലൽ മുദർരിസൂന, ഇവിടെ ഇതിൻ്റെ അലാമത്ത്, ഇത് റഫിൻ്റെ മർഫൂവിൻ്റെ അലാമത്ത് വാവാണ്. ഇവിടെ നൂനല്ല, വാവാണ്. ശ്രദ്ധിക്കണം. നൂൻ എപ്പോഴാണ് ആവുന്നത്? അത് സുബൂത്ത് നൂനായിട്ട് ഫിഅൽ മുദാരിൻ്റെ കൂടെ വരുമ്പോൾ, മസലൻ യഫ്അലൂന, തഫ്അലൂന എന്നുള്ളതിലൊക്കെയാണ്, അവിടെയാണ് നൂന് അതിൻ്റെ മർഫൂവിൻ്റെ അലാമത്ത്. പക്ഷെ ഇവിടെ ഇത് ഫിഅലല്ല, ഇത് ഇസ്മാണ്, ഇത് ജമ മുദക്കർ സാലിമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വാവാണ് റഫിൻ്റെ അലാമത്ത്. സഅൽതുൽ മുദർരിസീന, ഇവിടെ യാ ആണ് ഇതിൻ്റെ നസ്ബിൻ്റെ അലാമത്ത്. ഖുൽതു ലിൽ മുദർരിസീന, അവിടെയും യാ ആണ്. അപ്പോൾ ദഖൽ മുദർരിസൂൻ എന്ന് പറയുമ്പോൾ അൽ മുദർരിസൂന ഫാഇലുൻ, ഇത് ഫായിലാണ്, മർഫൂഅൻ വഅലാമത്തു റഫ്ഇഹി അൽ വാവ്, അത് ഫായിലാണ്, മർഫൂഅൻ, റഫിൻ്റെ അലാമത്ത് വാവാണ്. ലിഅന്നഹു ജം മുദക്കർ സാലിം, കാരണം അത് ജം മുദക്കർ സാലിം ആയതുകൊണ്ട്. അതേപോലെ തന്നെ സഅൽതുൽ മുദർരിസീന എന്ന് പറയുമ്പോൾ മുദർരിസീന എന്താണ് ഇവിടെ? സഅൽതു എന്നുള്ള സഅല ഫിഅലാണ്, തു എന്നുള്ളതാണ് ഫായിൽ. അപ്പോൾ അൽ മുദർരിസീന മഫ്ഊൽ ബിഹിയാണ്. അപ്പോൾ അതിൻ്റെ ഇഅ്റാബ് പറയുന്നത് ഇങ്ങനെയാണ്: അൽ മുദർരിസീന, ഇത് മഫ്ഊലുൻ ബിഹി, മഫ്ഊൽ ബിഹിയാണ്, മൻസൂബാണ്. വ അലാമത്തു നസ്ബിഹി, അതിൻ്റെ നസ്ബിൻ്റെ അലാമത്ത് എന്താണ്? അൽ യാ ആണ്. പിന്നെ ഖുൽതു ലിൽ മുദർരിസീന, ഇവിടെ ലാം ഹർഫ് ജറാണ്. അപ്പോൾ അതിനുശേഷം വരുന്നത് ഇസ്മ മജ്റൂറാണ്. അപ്പോൾ മുദർരിസീന ഇവിടെ എന്താണ്? മുദർരിസീന നമ്മൾ അതിൻ്റെ ഇഅ്റാബ് ഇങ്ങനെയാണ്: മുദർരിസീന ഇസ്ം മജ്റൂർ വ അലാമത്തു ജർറിഹി അൽ യാ, ഇസ്ം മജ്റൂറാണ്, അത് ജറാവുന്നതിൻ്റെ അലാമത്ത് യാ ആണ്. ലിഅന്നഹു ജം മുദക്കർ സാലിം, അത് ജം മുദക്കർ സാലിം ആയതുകൊണ്ട്. അടുത്തത് ഇവിടെ കൊടുക്കുന്നത് ദഖല 20 താലിബൻ, 20 വിദ്യാർത്ഥികൾ പ്രവേശിച്ചു. ഇവിടെ 20 എന്നുള്ളത് അതാണ് ദഖലയുടെ ഫായിൽ. നമ്മൾ പറഞ്ഞു ഇത് മുൽഹഖുൻ ബി ജം മുദക്കർ സാലിമാണ്. ജം മുദക്കർ സാലിൻ്റെ അതേ ഹുക്കുമുകളാണ് ഇതിനും വരുന്നത്. അപ്പോൾ ഇവിടെ 20 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇത് ഫായിൽ മർഫൂ അലാമത്തു റഫ്ഇഹി അൽ വാവ് ലിഅന്നഹു മുൽഹഖുൻ ബി ജംഇൽ മുദക്കർ സാലിം. അവിടെ ഇത് ജംഉൽ മുദക്കർ സാലിം എന്ന് പറയില്ല, മുൽഹഖുൻ എന്ന് പറയും. സഅൽതു 20 താലിബൻ, ഞാൻ 20 വിദ്യാർത്ഥികളോട് ചോദിച്ചു. അപ്പോൾ ഇവിടെ 20 എന്നുള്ളത് എന്താണ്? അത് മഫ്ഊൽ ബിഹിയാണ്, മഫ്ഊൽ ബിഹി. അതുകൊണ്ട് വാവ് നൂൻ ഉള്ളത് യാ നൂനായി. ഇവിടെ മൻസൂബാണ്, മഫ്ഊൽ ബിഹി മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി അൽ യാ, അതിൻ്റെ നസ്ബിൻ്റെ അലാമത്ത് യാ ആണ്. ലിഅന്നഹു മുൽഹഖുൻ ബി ജം മുദക്കർ സാലിം. തയ്യിബ്. പിന്നെ ഖുൽതു ലി 20 താലിബൻ, ഞാൻ 20 വിദ്യാർത്ഥികളോട് പറഞ്ഞു. അപ്പോൾ ലാം ഹർഫ് ജർ വന്നതുകൊണ്ട് 20 എന്നുള്ളത് ഇസ്ം മജ്റൂറാണ്, അതിൻ്റെ ജറിൻ്റെ അലാമത്ത് യാ ആണ്, കാരണം അത് മുൽഹഖുൻ ബി ജം മുദക്കർ സാലിം. അപ്പം മർഫൂ മൻസൂബ് മജ്റൂർ വരുമ്പോൾ മുഫ്രദിലും ജമ്മിലും ആ മാറ്റങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. ആറാമത്തത് അക്മിൽ അൽ ജുമൽ അൽ ആതിയ ബി വദ്ഇ അൽ കലിമാത്ത് അല്ലതി ബൈന അൽ ഖൗസൈൻ ഫിൽ അമാകിൻ അൽ ഖാലിയ. ഇവിടെ ഈ ഓരോ ബ്ലാങ്കിലും നമ്മൾ ശരിയായിട്ടുള്ള ഇവിടെ കൊടുത്തുള്ള ഇതനുസരിച്ചുള്ള ഉത്തരങ്ങൾ കൊടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ സഅൽതു, നമുക്ക് ഇവിടെ അൽ മുദർരിസൂന എന്ന് കൊടുത്തുള്ളത്, പക്ഷേ സഅൽതു എന്നുള്ളത് ഒരു ഫിഅലും ഫായിലാണ് ആണ്. അപ്പോൾ അതിനുശേഷം എന്താണ്? മഫ്ഊൽ ബിഹിയാണ് വരുന്നത്. അപ്പോൾ മുദർരിസൂന എന്താവും? മുദർരിസീന എന്നാവും. സഅൽതുൽ മുദർരിസീന. അപ്പോൾ ഇവിടെ അടുത്ത് നോക്കാം. ആദ്യത്തെ യുഹിബ്ബുൽ മുദർരിസു തുല്ലാബ അൽ മുജ്തഹിദീന. ഇവിടെ മുജ്തഹിദൂന കൊടുത്തിട്ടുണ്ട്, പക്ഷേ മുജ്തഹിദീന. കാരണം എന്താണ്?
ഇവിടെ അർത്ഥം നോക്കിയാൽ മനസ്സിലാവും. യുഹിബുൽ മുദരിസു അധ്യാപകന് ഇഷ്ടമാണ് അത്തുല്ലാബ വിദ്യാർത്ഥികളെ. എങ്ങനത്തെ വിദ്യാർത്ഥികൾ? അധ്വാനിക്കുന്ന വിദ്യാർത്ഥികൾ. അൽ മുജ്തഹിദീന. തുല്ലാബ് ഉള്ളത് മഫൂൽ ബിഹി മൻസൂബാണ്. ഇവിടെ അതിൻ്റെ അലാമത്ത് ഫത്ഹയാണ്. കാരണം ഇത് ജമ്മു തക്സീർ ആയതുകൊണ്ട് ഫത്ഹയാണ് അതിൻ്റെ അലാമത്ത്. അപ്പോൾ അതിൻ്റെ സിഫയായി വരുന്നത് അൽ മുജ്തഹിദൂന എന്നാണ്. അപ്പോൾ അതിൽ മുജ്തഹിദീന എന്ന് വരും. കാരണം അപ്പോൾ ഇവിടെ ഇറാബ് വരുന്നത് മഫൂൽ, ഇത് സിഫ മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി അൽയാ ലിഅന്നഹു ജമഉ മുദക്കർ സാലിം. طيب അടുത്തത് റഅയ്തു. ഇവിടെ 30 താലിബൻ. അപ്പം റഅയ്തു എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു. അതിൻ്റെ ഇവിടെ മഫൂൽ ബിഹായി വരുമ്പോൾ 30 താലിബൻ വരും. റഅയ്തു 30 താലിബൻ. കാരണം ഇത് മുൽഹഖും ബിജം മുദക്കർ സാലിം ആയതുകൊണ്ട് അത് ഇവിടെ മൻസൂബായി വരും. മൻസൂബിൻ്റെ അലാമത്ത് യാ ആണ്. യുഹിബ്ബുല്ലാഹു അൽ മുസ്ലിമീന. അള്ളാഹു മുസ്ലിമീങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ അള്ളാഹുവിന് മുസ്ലിമുകളെ സ്നേഹിക്കുന്നു. ആ രീതിയിലാണ് ഇവിടെ കുറച്ചും കൂടെ ഉത്തമമായ തർജ്ജമ. യുഹിബ്ബുല്ലാഹുൽ മുസ്ലിമീന. അപ്പോൾ ഇവിടെ അൽ മുസ്ലിമൂന എന്നുള്ളത് അൽ മുസ്ലിമീന എന്നുള്ള രീതിയിൽ വരും. ഖറഅതു ഞാൻ വായിച്ചു. ഖംസൂന എന്നുള്ളത് ഖംസീന എന്നായി വരും. ഖംസൂന എന്നുള്ളത് ഖംസീന. ഖറഅതു 50 സഫഹ. അടുത്തത് സഅൽതുൽ. ഇവിടെ മുഹന്ദിസൂന എന്നാണ്. അപ്പോൾ അൽ മുഹന്ദിസീന എന്ന് വരും. അപ്പോൾ ഞാൻ എഞ്ചിനീയർമാരോട് ചോദിച്ചു. അപ്പോൾ അൽ മുഹന്ദിസൂന എന്നുള്ളത് അൽ മുഹന്ദിസീന എന്നാവും. അത് ഇവിടെ മൻസൂബായതുകൊണ്ട് അതിൻ്റെ അലാമത്ത് യാ ആണ്. ഏഴാമത്തത് തഅമ്മൽ അൽ മിസാൽ ثم أضف الكلمات الآتية إلى الكلمات التي بين القوسين. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഉദാഹരണങ്ങൾ പോലെ ഇവിടെ അതിന് മാറ്റങ്ങൾ വരുത്താനാണ്. ഇവിടെ അബ്നാ ഉൽ മുദരിസി എന്ന് കൊടുത്തിട്ടുണ്ട്. അബ്നാ ഉൽ മുദരിസി എന്ന് പറഞ്ഞാൽ അധ്യാപകൻ്റെ മക്കൾ. ഇനി അബ്നാ ഉൽ മുദരിസീന അധ്യാപകന്മാരുടെ മക്കൾ. അപ്പോൾ ഇവിടെ മുദരിസ് എന്നുള്ളത് മുഫ്രദാണ്, പക്ഷേ ഇവിടെ ജമാണ്. അപ്പോൾ അത് മുദരിസീന എന്ന രീതിയിൽ വന്നു. ആദ്യത്തത് ബുയൂത്തു വീടുകൾ അൽ മുഹന്ദിസൂന ആണ്. അപ്പോൾ അത് ഇദാഫയായി വരുമ്പോൾ എന്താവും? ഇവിടെ അൽ മുഹന്ദിസീന ആയി വരും. ബുയൂത്തുൽ മുഹന്ദിസീന എഞ്ചിനീയർമാരുടെ വീടുകൾ. രണ്ടാമത് സയ്യാറാത്തു അൽ മുദർരിസൂന. അപ്പോൾ സയ്യാറാത്തുൽ മുദർരിസീന എന്നാകും. അമീറുൽ മുഅ്മിനൂന എന്നാണ്. അപ്പോൾ അമീറുൽ മുഅ്മിനീന. ഇമാമു അൽ മുസ്ലിമൂന അത് ഇദാഫയായി വരുമ്പോൾ ഇമാമുൽ മുസ്ലിമീന. ദക്കാക്കീനു അൽ ബക്കാലൂന ദക്കാക്കീനുൽ ബക്കാലീന എന്നുവെച്ചാൽ ഗ്രോസറിക്കാരുടെ കടകൾ. ദീനുൽ ഇവിടെ കാഫിറൂന. അപ്പോൾ ദീനുൽ കാഫിരീന കാഫിറിങ്ങളുടെ മതം. അപ്പോൾ എല്ലാ വാക്കുകളും ഇതെല്ലാം ജമ്മു മുദക്കർ സാലിമാണ്. അത് മജ്റൂറായി വരുമ്പോൾ യാ നൂനായി മാറും. മുഹന്ദിസൂന മുഹന്ദിസീന വഹാകദ. എട്ടാമത് തഅമ്മൽ المثال ثم أكمل الجمل الآتية بوضع الكلمات التي بين القوسين في الفراغات. ഇവിടെയും ഈ ബ്ലാങ്ക്സ് നമ്മൾ പൂരിപ്പിക്കാനാണ്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഖുൽതു ലിൽ മുദർരിസീൻ അതാണ് എക്സാമ്പിൾസ്. മുമ്പത്തെ പോലെ തന്നെ ഇത് മുഫ്രദാകുമ്പോൾ ഹർഫ് ജറിന് ശേഷം വരുന്നത് കൊണ്ട് മജ്റൂറാകുമ്പോൾ അത് കസ്റയാണ് മുഫ്രദിൻ്റെ അലാമത്ത്. പക്ഷേ അത് ജംഉ മുദക്കർ സാലിം ആകുമ്പോൾ യാ നൂനാണ് അതിൻ്റെ അലാമത്ത്. അബ്ഹസു അൻ ഇവിടെ അൽ മുദർരിസൂന എന്നാണ്. അപ്പോൾ അൽ മുദർരിസീന. അബ്ഹസു അനിൽ മുദർരിസീന ഞാൻ അധ്യാപകന്മാരെ തേടുകയാണ്. ഇഷ്തറൈതു ഹാദൽ കിതാബ ബി 50 എന്നാണ്. അപ്പോൾ 50 റിയാലൻ. ഈ പുസ്തകം ഞാൻ 50 റിയാലിനാണ് വാങ്ങിച്ചത്. ഖുൽതു ലി അൽ മുഹന്ദിസൂന എന്നുള്ളത് അൽ മുഹന്ദിസീന ഞാൻ എഞ്ചിനീയർമാരോട് പറഞ്ഞു. സമിഅതു ഹാദൽ ഖബറ മിൻ അൽ മുദർരിസീന ഈ വാർത്ത ഞാൻ അധ്യാപകന്മാരുടെ അടുത്താണ് കേട്ടത്. ഹാദിഹിൽ ജായിസതു ലിത്തുല്ലാബി അൽ മുജ്തഹിദീന ഈ എന്താണ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് അത് അധ്വാനിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. ഒമ്പതാമത്തത് ഇഖ്റ മാ യലി ثم اكتبه مع كتابة الأعداد الواردة فيه بالحروف. ഇനി ഇത് ഇവിടെ നമ്പേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ അത് നമ്മൾ എന്താണ് അത് ഈ എണ്ണങ്ങൾ വായിക്കുന്ന രീതിയിൽ വായിക്കണം.
ഇവിടെ ഇന്ദി എന്താ വായിക്കുക, ഇന്ദി ഖംസൂന റിയാലൻ. അപ്പോൾ ഇത് മർഫു ആയിട്ടാണോ മൻസൂബായിട്ടുള്ളോ എന്നാണ് മെയിനായിട്ടുള്ള ഈ ഉദാഹരണത്തിൻ്റെ അതിൻ്റെ ഒരു ഹദഫ്. അപ്പം നമ്മളത് മർഫു ആക്കണോ മൻസൂബാക്കണോ? ഇവിടെ ഇത് മൻസൂബാക്കേണ്ട ഒരു കാര്യമില്ല, മൻസൂബായിരിക്കും മജ്റൂർ ആക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം ഇന്ദി ഖംസൂന റിയാലൻ, എൻ്റെ അടുത്ത് 50 റിയാലുണ്ട്. റഅയ്തു, ഇനി റഅയ്തു എന്നുള്ളത് ഫേലാണ്, ഫായിലും അതിൻ്റെ കൂടെ ഉണ്ട്, ഫേലും ഫായിലും ഉണ്ട്. ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എന്താണോ കണ്ടത് അത് മഫൂൽ ബിഹിയാണ്. റഅയ്തു 50 താലിബൻ ഫിൽ ഖാഅത്തി, ഞാൻ 50 വിദ്യാർത്ഥികളെ ഹാളിൽ കണ്ടു. ഇഷ്തറൈതു ഹാദൽ മുഅ്ജമ ബി 50 ഡോളറൻ, ഈ ഡിക്ഷണറി $50 വാങ്ങിച്ചത്. അപ്പോൾ നോക്കൂ, ഇവിടെ ബ ഹർഫ് ജർ ആയതുകൊണ്ട് 50 എന്നുള്ളത് 50 എന്നായി. ഖറഅതു 60 സഫഹതൻ, ഞാൻ വായിച്ചു. അപ്പോൾ ഞാൻ വായിച്ചു എന്നുള്ളത് ഫിഅലും ഫായിലും ഉണ്ട്, അപ്പോൾ അതിൻ്റെ മഫൂൽ ബിഹിയാണ് ഇത്. അപ്പോൾ അത് 60 എന്ന് വരും, സഫഹതൻ. ഞാൻ 60 പേജുകൾ വായിച്ചു. ഫി ഹാദിഹിൽ മജല്ലത്തി 40 സഫഹതൻ, ഈ മാസികയിൽ 40 പേജുകളുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇത് എന്താണ്, മർഫു ആയിട്ടാണ് വരുന്നത്, മൻസൂബാവനോ മജ്റൂറാവനോ ഒരു കാരണമില്ല. ഫി ഹാദിഹിൽ മജല്ലത്തി 40 സഫഹതൻ, ഈ മാസികയിൽ 40 പേജുകളുണ്ട്. ഫിഷഹരി ഒരു മാസത്തിൽ. അപ്പോൾ ഇവിടെ എന്താണ്, യൗമൻ എന്നാണ് കൊടുത്തുള്ളത്. നോക്കൂ, യൗമൻ അത് മുദക്കർ ആവുമ്പോൾ എന്ത്, തിസ്സ എന്നുള്ളത് മുഅന്നസ് ആവും. ഫിഷഹരി തിസ്സഅത്തുൻ വ 20 യൗമൻ, ഇവിടെ അത് മർഫു ആയിട്ട് വരും, മൻസൂബോ മജ്റൂറോ ആവാൻ ഒരു കാരണമില്ല. ഔ 30 യൗമൻ, അപ്പോൾ ഒരു മാസത്തിൽ 23 ദിവസങ്ങളോ അല്ലെങ്കിൽ 30 ദിവസങ്ങളോ ഉണ്ട്. വഫിൽ യൗമി ഒരു ദിവസത്തിൽ, ഇവിടെ സാഅത്തൻ നോക്കൂ മുഅന്നസാണ്, അപ്പോൾ 24 സാഅത്തൻ എന്ന് പറയും. 24 സാഅത്തൻ 24 മണിക്കൂറുകൾ ഉണ്ട്. വഫിസ്സാഅത്തി ഒരു മണിക്കൂറിൽ, വഫിസ്സാഅത്തി ഇവിടെ 60 ദഖീഖത്തൻ, വഫിസ്സാഅത്തി 60 ദഖീഖത്തൻ 60 മിനിറ്റുകളുണ്ട്. വഫി അദ്ദഖീഖത്തി ഒരു മിനിറ്റിൽ 60 സാനിയത്തൻ 60 സെക്കൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് 60 അതേപോലെ തന്നെ വരും. ബാക്കിയുള്ളത് നോക്കൂ, 24 അങ്ങനെയൊക്കെ ഉള്ളത്, 29 24 ഉള്ളത്, അത് എന്താണോ നമ്മൾ അതിൻ്റെ മഅദൂദ് എന്താണോ, ഏത് ജെൻഡറിലാണോ അതനുസരിച്ചാവണം ഇവിടെ മാറ്റേണ്ടത്. ഹാത്തി ഇവിടെ എനിക്ക് തരൂ, ഹാത്തി ഇവിടെ ബുർത്തുക്കാലത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഹാത്തി 20 ബുർത്തുക്കാലത്തൻ, എനിക്ക് 20 ബുർത്തുക്കാല ഓറഞ്ചുകൾ തരും. കാരണം ഇത് ഹാത്തി എന്നുള്ളത് ഒരു ഫിഅല് പോലെയാണ്, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മഫൂൽ ബിഹി ആയിട്ട് വരും. ഹാത്തി 20 ബുർത്തുക്കാല, എനിക്ക് തരൂ എന്നുള്ള അർത്ഥത്തിലാണ്. എട്ടാമത്തെ നജഹ 90 താലിബൻ വറസബ 40 താലിബൻ. അപ്പോൾ നജഹ എന്ന് പറഞ്ഞാൽ പാസ്സായി, അപ്പോൾ 90 വിദ്യാർത്ഥികൾ പാസ്സായി. വറസബ എന്ന് പറഞ്ഞാൽ തോറ്റു, 40 വിദ്യാർത്ഥികൾ. ഫി ഹാദിൽ ഖറിയത്തി 70 ഉസ്റത്തൻ, ഈ ഗ്രാമത്തിൽ 70 കുടുംബങ്ങളുണ്ട്. അപ്പോൾ 70 ഇവിടെ ഇത് മർഫുവാണ്. സിന്നി 30 സനത്തൻ, എൻ്റെ വയസ്സ് 30 വയസ്സാണ് എനിക്ക്. ഇനി 10ാമത്തത് ഇഖ്റ മായലി. അപ്പോൾ ഇത് 21 21 താലിബത്തൻ. അപ്പോൾ ഇവിടെ താലിബത്തൻ എന്നാണ് പറയുന്നത്, മുഅന്നസാണ്. മുഅന്നസായി പറയുമ്പോൾ എന്താണ്, എല്ലാം 21 22 എല്ലാം ഒരേ ജെൻഡറിലാവും. 21 താലിബത്തൻ, 20 അതിന് ജെൻഡറില്ല, അത് അങ്ങനെ തന്നെയാണ് എല്ലാ സമയത്തും. 22 താലിബത്തൻ 22 വിദ്യാർത്ഥിനികൾ. നോക്കുക, അപ്പോൾ ഇവിടെ ഇത് ഇഹ്ദയും താലിബത്തും രണ്ടും മുഅന്നസാണ്, 22 താലിബത്തും രണ്ടും മുഅന്നസാണ്. ഇനി 23 മുതൽ 29 വരെ ആദ്യത്തെ ഭാഗം താലിബ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആവും. ആദ്യത്തെ ഭാഗം മുദക്കറാവും, കാരണം താലിബ എണ്ണുന്ന മഅദൂദ് മുഅന്നസ് ആയതുകൊണ്ട്. അപ്പോൾ 23 താലിബത്തൻ, 24 താലിബത്തൻ, 25 താലിബത്തൻ, 26 താലിബത്തൻ,
27 طالبة 28 طالبة 29 طالبة അവസാനം 30 طالبة. അപ്പോൾ 21ഉം 22ഉം ഒരേ ജെൻഡർ ആവും. 23 മുതൽ ആദ്യത്തെ ഭാഗം മഅദൂദിന്റെ ഓപ്പോസിറ്റ് ആവും, വിപരീതമാവും. اقرأ ما يلي ثم اكتبه مع كتابة الأعداد الواردة فيه بالحروف. ഓക്കെ, ഇത് താഴെയുള്ളത് വായിക്കാനാണ്. അപ്പോൾ ഇവിടെ ഫി ഹാദൽ ഫസ്ലി ഇവിടെ താലിബത്ത് എന്നാണ് കൊടുത്തത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഅദൂദാണ്. മഅദൂദിന്റെ ഏത് ജെൻഡർ ആണെന്നുള്ളത്. അപ്പോൾ ഇത് മുഅന്നസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഇഹ്ദ എന്നാണ് പറയേണ്ടത്. ഇഹ്ദ ഇവിടെ ഓക്കെ, ഫി ഹാദൽ ഫസ്ലി 31 എന്ന് പറയാം, 31. ഫി ഹാദൽ ഫസ്ലി 31 താലിബത്തൻ. ഈ ക്ലാസ് മുറിയിൽ 31 വിദ്യാർത്ഥിനികളുണ്ട്. രണ്ടാമത് ഫിൽ യൗമി. തയ്യിബ് ഇവിടെ സഅത്ത് എന്നാണ്, അത് മുഅന്നസ് ആയതുകൊണ്ട് ഫിൽ യൗമി നമ്മൾ പറയും 24 സഅത്തൻ. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുകളുണ്ട്. അപ്പം 40 എന്നുള്ളത് മുദക്കറാവും. ഇൻദി എൻ്റെ അടുത്തുണ്ട്. ഇവിടെ റൂബിയത്തൻ, ഇത് മുഅന്നസ് ആണ്. അപ്പോൾ 30 എന്ന് പറയണം. 30 റുബിയത്തൻ. ഇനി റിയാൽ മുദക്കർ ആയതുകൊണ്ട് 45 റിയാലൻ എന്ന് പറയും. അതിൻ്റെ അടുത്ത് 33 ഉറുപ്പികളും 45 റിയാലും ഉണ്ട്. നാലാമത്തെ റഅയ്തുഹു ഖബ്ല, ഇവിടെ സനയാണ്, പക്ഷെ ഇത് 22 ആണ്. 3 മുതൽ 9 വരെയാണ് മാറ്റം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെന്ത് പറയും? ഇസ്നതാനി വ തയ്യിബ് റഅയ്തുഹു ഖബ്ല എന്നുണ്ടല്ലോ. അപ്പം നമ്മൾ പറയും 22 സന. ഖബ്ല വന്നതുകൊണ്ട് ഇസ്നത്താനി എന്നുള്ളതാവും, ഇസ്നത്തൈനി എന്ന് പറയും. ഞാൻ അവനെ 22 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. ഹഫിൽതു ഇവിടെ സൂറ മുഅന്നസ് ആയതുകൊണ്ട് സിത്തുൻ. ഓക്കെ, ഇവിടെ ഹഫിത്തു എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഫെയിലാണ്. അപ്പോൾ സിത്തു എന്നുള്ളത് സിത്തൻ ആവും. ഞാൻ മനപ്പാഠം ചെയ്തു സിത്തൻ വ സിത്തീന സൂറത്തൻ. സിത്തൻ എന്നുള്ളതും എന്തായി? മൻസൂബായി. സിത്തീന എന്നായതും മൻസൂബായി. സിത്തൻ വ സിത്തീന, സിത്തുൻ വ സിത്തൂന എന്നുള്ളതായി സിത്തൻ വ സിത്തീന സൂറത്തൻ. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഫി സൂറത്ത് റഹ്മാനി, സൂറത്ത് റഹ്മാനിലെ എത്ര ആയത്തുകളുണ്ട്? ഇവിടെ ആയത്തൻ. ഇത് എന്താണ്? മുഅന്നസാണ്. അപ്പോൾ നമ്മൾ ഇത് എന്താണ്? 78 ആണ്. അപ്പോൾ ഇവിടെ ആയ എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സമാനി എന്ന് പറയും. 78 ആയത്തൻ. 78 ആയത്തൻ. ഇത് എന്താണ്? ഇത് മർഫു ആണ്. ഖറഅതു ഞാൻ വായിച്ചു. അപ്പോൾ ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും മൻസൂബാകും. ഖറഅതു ഇത് സഫഹ മുഅന്നസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയും 99 സഫഹതൻ, 99 പേജുകൾ. ഞാൻ 99 പേജുകൾ വായിച്ചു. സഫഹ മുഅന്നസ് ആയതുകൊണ്ട് ഇവിടെ 9 എന്ന് പറയും. 9 എന്നല്ല, 9. തഅമ്മൽ മായിലി ശ്രദ്ധിക്കാനാണ് ഇവിടെ. ലാ അക്കൽതു വലാ ശരിബ്തു. ലാ അക്കൽതു വലാ ശരിബ്തു, ഞാൻ കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ലാ അക്കൽതു വലാ ശരിബ്തു. അപ്പോൾ ഇതൊരു ഉസ്ലൂബാണ്, ഒരു എക്സ്പ്രഷനാണ്. ذلك الطالب لا حفظ الدرس أو لا حافظ الدرس ولا كتب الواجب. ആ വിദ്യാർത്ഥി മനപ്പാഠം ചെയ്തിട്ടില്ല, ഹോംവർക്ക് എഴുതിയിട്ടുമില്ല. ലാ ദറബനി വലാ ദറബ്തുഹു, അവൻ എന്നെ അടിച്ചിട്ടില്ല, ഞാൻ അവനെയും അടിച്ചിട്ടില്ല. ലാ റആനി വലാ റഅയ്തുഹു, അവൻ എന്നെ കണ്ടിട്ടില്ല, ഞാൻ അവനെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇദാ ദഖലത്തിൽ ലാം അലൽ ഫിഅൽ മാദി വജബ തക്റാറുഹ. അപ്പോൾ ഇതൊരു ഖായിദയാണ്. ലാ എന്നുള്ള വാക്ക് അത് ഫിഅൽ മാദിയുടെ കൂടെ വന്നാൽ വാജിബായിട്ടും അതിനെ റിപ്പീറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ലായിനെ 2 പ്രാവശ്യമാണ്. ലാ ദറബനി വലാ ദറബ്തുഹു. അപ്പം അത് ഫിഅൽ മാദിയുടെ കൂടെ വന്നാൽ അത് തക്റാർ ചെയ്യണം, അത് റിപ്പീറ്റ് ചെയ്യണം. ഇനി അൽ കലിമാത്തുൽ ജദീദ, പുതിയ വാക്കുകൾ. ഇജ്തിമാ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്. ഖിസ്സത്തുൻ വൽ ജംഉ ഖിസസുൻ ഔ ഖസസുൻ, ഇത് സ്റ്റോറിയാണ്, കഥ. നബിയുൻ അത് ജംഉ നബിയൂന അല്ലെങ്കിൽ അംബിയാഉ. നബിയൂന എന്ന് പറയുമ്പോൾ അത് ജംഉ മുദക്കർ സലീമാവും. അംബിയ എന്ന് പറയുമ്പോൾ ജംഉ തക്സീറാവും. സാനിയത്തുൻ വൽ ജംഉ സവാനിൻ, ഇത് സെക്കൻഡ്സിനാണ് സാനിയ എന്ന് പറയുക. ഉസ്റത്തുൻ വൽ ജംഉ ഉസറുൻ, കുടുംബം. ജായിസത്തുൻ വൽ ജംഉ ജവായിസു, അവാർഡ്. നജഹ യൻജഹു, നജഹ യൻജഹു പറഞ്ഞാൽ പാസ്സാവുക അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുക, അതിനൊക്കെ നജഹ യൻജഹു എന്ന് പറയും. റസബ യർസുബു എന്ന് പറഞ്ഞാൽ ഫെയിൽ ആവുക, തോൽക്കുക. ഖാഅത്തുൻ വൽ ജംഉ ഖാഅത്തുൻ, ഇത് ഹാളിനാണ് പറയുക. ഖാഅ എന്ന് പറഞ്ഞാൽ ഹാള്.